ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പുതിയ അപ്ഡേറ്റുകൾ വരും. നമുക്ക് എല്ലാവർക്കും വളരെ താല്പര്യമാണ് പുതിയ അപ്ഡേറ്റുകൾ വരും. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ അപ്ഡേറ്റ്സുകൾ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ അടുത്തായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് കാരണം നമുക്ക് മുട്ടൻ പണി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് കാരണം നമുക്ക് കിട്ടുന്ന ഒരു പണിയാണ്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറേ പ്രൊഫൈൽ നെയിംസ് കാണാം നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ. ഇവിടെ താഴേക്കും ഒരു മാറ്റം വന്നിരിക്കുന്നത് ഇവിടെ കാണാം. മെനൂസ് എല്ലാം ആദ്യം മുകളിലായിരുന്നു, അപ്പോൾ അതെല്ലാം താഴേക്ക് വന്നിട്ടുണ്ട്. ചാറ്റ്സ്, അപ്ഡേറ്റ്സ്, പിന്നെ കമ്മ്യൂണിറ്റി, കോൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം താഴെയാണ് വന്നിരിക്കുന്നത്. ആദ്യം അത് മുകളിലായിരുന്നു, ഇപ്പോൾ അത് നല്ല നീറ്റായിട്ട് താഴെ വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം, അതായത് ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ബട്ടൺസും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ നമുക്കത് വർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതുകൊണ്ട് വന്നിരിക്കുന്ന മുട്ടൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തതിന് ശേഷം എല്ലാവരുടെയും സ്റ്റാറ്റസ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് താഴേക്ക് വന്നിരിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സ്റ്റാറ്റസുകളൊക്കെ കുറേ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ വന്നതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിനുള്ള പ്രധാന കാരണം ഇവിടെ ചാനലുകളാണ്. നമ്മളെല്ലാവരും ചാനൽ തുടങ്ങിയ സമയത്ത് വേഗം തന്നെ ഓരോരോ ചാനലുകൾ നമ്മൾ ഇതേപോലെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ചാനൽ ഫോളോ ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഫോളോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാനൽ ഫോളോ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാനും ഇതേപോലെ തന്നെ കുറച്ച് ചാനലുകൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും എങ്ങനെയാണ് രക്ഷപ്പെടുക, അതായത് സ്റ്റാറ്റസ് പഴയ രീതിയിൽ എങ്ങനെ ആക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം തന്നെ വേണ്ടത് ചാനലുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ചാനലുകൾ ഒഴിവാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാം. അത് ഞാൻ ഈ ഫോണിലും അതേപോലെ തന്നെ ഐഫോണിലും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചാനൽ ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ചാനലിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൊഫൈൽ നെയിം കാണിക്കുന്നുണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അൺഫോളോ ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അൺഫോളോ ചാനൽ, അതിനുശേഷം അൺഫോളോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചാനൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന 2 ചാനലുകൾ, എത്ര ചാനലാണോ നിങ്ങൾ ചെയ്തിരിക്കുന്നത്, അപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, ഇങ്ങനെ ഇവർക്കൊക്കെ ചാനലുകളുണ്ട്. അതൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, അൺഫോളോ ചെയ്തിട്ട് ഒഴിവാക്കുക. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബാക്ക് ചെയ്തു, ഇവിടെ ഒരു ചാനൽ കൂടി ഉണ്ട്, അതുകൂടി ഞാൻ അൺഫോളോ ചെയ്യുകയാണ്. അങ്ങനെ അൺഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്റ്റാറ്റസ് കണ്ടില്ലേ, നോർമൽ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചാനലുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ ചില ഫോണുകളിൽ ചില വാട്സപ്പ് അപ്ഡേറ്റുകളിൽ ഇതേപോലെ ചാനൽ ഒഴിവാക്കി കഴിഞ്ഞാൽ പോലും ഈ ഒരു പ്രശ്നം സോൾവ് ആവുന്നില്ല എങ്കിൽ ഇവിടെ മുകളിൽ ഒരു 3 ഡോട്ട്സ് കാണുന്ന അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാ അപ്ഡേറ്റ്സിലും കാണിക്കുന്നില്ല, ചില അപ്ഡേറ്റ്സിലാണ് അത് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് പ്രൈവസിൻ്റെ മുകളിലായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് പഴയ വേർഷനിലേക്ക്, പഴയ രീതിയിലേക്ക് സ്റ്റാറ്റസ് മാറാൻ വേണ്ടിയിട്ടുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാലും ഈ രീതിയിലേക്ക് മാറാൻ സാധിക്കും. ഇനി ഞാനിതൊന്ന് ഐഫോണിൽ ഞാൻ തുറന്നു നോക്കുന്ന സമയത്ത് ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി വരുന്നത്. ഐഫോണിലാണെങ്കിലും സ്റ്റാറ്റസ് ഇതേ രീതിയിൽ ആണ് കാണിക്കുന്നത്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ താഴെ കണ്ടില്ലേ, നമ്മുടെ മെനൂസൊക്കെ താഴെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലും അതുപോലെ തന്നെ നമുക്ക് ചാനൽസ്, ഇതിൽ ചാനൽ ഡിലീറ്റ് ചെയ്യുന്ന ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മളുള്ള ചാനൽ നമ്മൾ എന്ത് ചെയ്യാം, ചാനലിൻ്റെ മേലെ നിന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിലെങ്ങനെയാണ് ചാനൽ ഡിലീറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് 3 ഡോട്ട്സ് കാണുന്നുണ്ട്. ഇവിടെ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ താഴെ അൺഫോളോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാനൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നത്. അടുത്ത ചാനൽ കൂടി ഞാൻ ഒഴിവാക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സ്റ്റാറ്റസ് എല്ലാം പണ്ടത്തെ രീതിയിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു കാര്യം കൂടി, ഈ ഒരു ചാനൽ കൂടി ഞാൻ റിമൂവ് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പം അതിനുശേഷം സ്റ്റാറ്റസ് പഴയ രീതിയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ അൺഫോളോ ചാനൽ കൊടുത്തു, കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് പഴയ രീതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ ചാനലുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പണ്ടുള്ള അതേ രീതിയിലേക്ക് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വാട്സപ്പ് ഒന്ന് ഗൂഗിൾ ക്രോമിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് വാട്സപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം നമുക്ക് അപ്ഡേറ്റ്സ് ഒന്നും പിന്നീട് നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതുപോലുള്ള നല്ല ഹൈലി ഇൻഫർമേറ്റീവ് വീഡിയോസാണ് ഞാൻ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ്, സൈനിങ് ഔട്ട്.